മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ അവസാന ഭാഗമായ സൂയസ് ഉൾക്കടൽ മുറിച്ചു കടന്നിട്ടുണ്ടല്ലോ. അത് ചെങ്കടലാണ്, സൂയസ് ഉൾക്കടൽ. ആ മുറിച്ചു കടന്ന ഭാഗം ഇന്ന് ഏകദേശം നമ്മൾ ഹോളി ലാൻഡ് യാത്ര പോകുമ്പോൾ അതിന്റെ അരികത്തുകൂടെ പോവുക. ആ പോയിന്റ് കഴിഞ്ഞാലാണ് സൂയസ് കനാൽ വരുന്നത്. സൂയസ് കനാലിന്റെ അടിയിലൂടെ ബസ്സും ലോറിയും ട്രക്കൊക്കെ യാത്ര ചെയ്യും. അടിയിലൂടെ മേലെ കപ്പല് അടിയിലൂടെ ക്രോസ് ചെയ്യാറുണ്ട്. അങ്ങോട്ട് എത്തുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ചെങ്കടൽ മുറിച്ചു കടന്നു എന്ന് പറഞ്ഞ ബൈബിളിലും അതുപോലെ തന്നെ തോറയിലും പറഞ്ഞ എക്സോഡസ്, കടൽ മുറിച്ചു കടന്ന സംഭവം. സൂയസ് ഉൾക്കടലാണ് ആ മുറിച്ചു കടന്നത്. അത് ചെങ്കടലാണ്, ചെങ്കടലിന്റെ കൈവരിയാണ് സൂയസ് ഉൾക്കടലും അഖബ ഉൾക്കടലും. സൂയസ് ഉൾക്കടലിന്റെ അവസാന ഭാഗമാണ് മഹാനായ മൂസ അലൈഹിസ്സലാം മുറിച്ചു കടന്നിട്ടുള്ളത്. അത് മുറിച്ചു കടന്ന് ഇക്കരെ എത്തിയിടത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊടുത്തിരുന്നു. ആ കിണറുകളുടെ 5-6 കിണറുകൾ, 12 കിണറുണ്ട്. അതിൽ 5-6 ഇപ്പോഴും അവിടെയുണ്ട്. 1-2 വെള്ളമുണ്ട്, ഇപ്പൊ കാണാൻ പറ്റും. കടലിന്റെ അരികെ തന്നെ ഇത് ടാർപ്പായ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉയ്യൂൻ മൂസ എന്നാണ് ആ സ്ഥലത്തിന് പറയാം. ഉയ്യൂൻ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കിണറുകൾ എന്നാണ്. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവ പിന്തുടർന്നു മൂസാ നബി അലൈഹിസ്സലാമിനെ. ഫറോവയാണ് കിടക്കുന്നത് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ. റോയൽ മമ്മി ഹാളിലേക്ക് 50 പൗണ്ടിന്റെ ടിക്കറ്റ് എടുത്ത് ചെന്നാൽ ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊന്ന ഈജിപ്തിന്റെ ക്രൂരനായ ഭരണാധികാരി റംസീസ് രണ്ടാമൻ എന്തിനാ കൊടുത്തതെന്നറിയോ? അള്ളാഹു റംസീസിന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാൻ ഖുർആനിൽ പറഞ്ഞ കാരണം നിന്നെപ്പോലെ ധിക്കാരികൾ ഇനി ലോകത്ത് വരാനുണ്ട്, അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ. എനിക്കല്ലയോ ഈജിപ്തിന്റെ രാജാധികാരം, എന്റെ കാലിന്റെ താഴെയല്ലേ ഈ ഈജിപ്തിലെ വെള്ളം ഒഴുകുന്നത്, നൈലും കടലുമെല്ലാം എന്ന് പറഞ്ഞവനെ അള്ളാഹു എന്റെ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ താഴെയല്ലേ ഒഴുകണത്, അള്ളാഹു ആ വെള്ളം അവന്റെ മീതെ ഒഴുക്കിന, അങ്ങനെ അവനെ മുക്കിക്കൊന്നത്. അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഹുങ്കുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഹുങ്കും അഹങ്കാരവും പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഈജിപ്തിലെ മ്യൂസിയത്തിൽ മാതൃകയുണ്ട്. സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ലോകം നിങ്ങളെ തിരിച്ചറിയും. ക്രൂരതക്കും അനീതിക്കും കൂട്ടുനിന്ന ആളുകളെ ഫറോവയുടെ കൂട്ടത്തിലായി അള്ളാഹു ചങ്ങലയിൽ നിരത്തുന്നൊരു സമയമുണ്ട്. അല്ലാതെ ഇത് ധർമ്മം വിജയിക്കുന്ന ലോകമാണ്. എത്രയെല്ലാം ആളുകൾ എന്തെല്ലാം ചെയ്യാറുണ്ട് ലോകത്ത്, എന്തെല്ലാം കലാപങ്ങൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. പല ആളുകളുമായി ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി അവസാനം വെളിച്ചത്ത് കൊണ്ടുവരും. ആരാത് തുടങ്ങിയത്? അപ്പൊ മനസ്സിലാവും അതിലെ ചതി എന്തായിരുന്നുവെന്ന്. ഒരിക്കലും തിന്മയെ മറച്ചു വെക്കാൻ കഴിയില്ല. കുറച്ചു നേരം മറച്ചു വെക്കും, പിന്നെ തിന്മയെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. സത്യമാണ് വിജയിക്കുക. അത് ലോകത്ത് അനുഭവമല്ലേ. അതുകൊണ്ട് ധർമ്മം വിജയിക്കുന്നു എന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ അടയാളമാണ്. യുക്തിവാദിക്ക് മിനിമം തിരിയാൻ അത് മതി. ധർമ്മമാണ് ഇവിടെ വിജയിക്കുന്നത്. ഖുൽ ജാഅൽ ഹഖ് وزهق الباطل إن الباطل كان زهوقا. Say the truth has come وزهق الباطل and the falsehood has vanished. إن الباطل كان زهوقا and the falsehood is ever a vanisher. തിന്മ ഒരിക്കലും നിലനിൽക്കൂല. അഹങ്കാരവും അനീതിയും ലോകത്ത് നിലനിൽക്കില്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമ്മൾ സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമില്ല, മുഷ്ടി ചുരുട്ടിയിട്ടും കാര്യമില്ല. തിന്മകൾ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ, പിന്നെ താഴെ പോകും. അതിന് ഉദാഹരണമാണ് ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നത്. അത് അള്ളാഹു പറഞ്ഞു, നിന്റെ ബോഡി ഞാൻ ഇന്ന് എടുത്തു വെക്കാൻ. 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശവശരീരം ഈജിപ്തിന്റെ മ്യൂസിയത്തിനുള്ളിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ചു. റംസീസ് രണ്ടാമൻ. ഒപ്പം ഒരു 15 ഡെഡ് ബോഡി വേറെയുണ്ട്. റോയൽ മമ്മി ഹാളിൽ ചെന്നാൽ മിനിമം 15-17 ഉണ്ട്. 1-2 ഇടക്കിടക്ക് സ്പെയിനിലും യൂറോപ്പിലേക്കും പഠനങ്ങൾക്ക് കൊണ്ടുപോകും ഈ ഡെഡ് ബോഡികൾ. റംസീസിന്റേത് അവിടെ കിടക്കുകയാണ്. തലമുടി അവിടെ ഉണ്ട്. ഒരു ചെറിയ മനുഷ്യൻ. എന്തൊക്കെ വിടായികളാ ലോകത്തോട് പറഞ്ഞത്, ഞാൻ പടച്ചവനാണ്. അവൻ പറഞ്ഞ വാക്കല്ലേ അത്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ വലിയ പടച്ചവനാണ്, എനിക്ക് സുജൂദ് ചെയ്യണം, എന്നെ വണങ്ങണം എന്ന് പറഞ്ഞവനെ മുക്കി കൊന്നിട്ടല്ല പറഞ്ഞു, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവ, നിന്റെ ഭൗതിക ശരീരം ഞാൻ ഇവിടെ എടുത്തു വെക്കും. അല്ല എടുത്തു വെച്ചില്ലേ? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകെ വരുന്ന ആളുകൾക്ക് നീ ഒരു മാതൃകയാവാൻ നിന്നെ ഞാൻ എടുത്തു വെക്കും ഫറോവ. ഇന്നും അവിടെ വെച്ചിരിക്കുകയാണ്. പോയി കാണാൻ പറ്റും.
ഈജിപ്ത് പുതിയ മ്യൂസിയം കെട്ടിടത് 1800-കളിൽ ഉണ്ടാക്കിയ മനോഹരമായ ഒരു കെട്ടിടത്തില്ല. അതിന്ന് മാറി എയർ കണ്ടീഷൻ ചെയ്ത ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഈ ഡെഡ് ബോഡികൾ മ്യൂസിയം മൊത്തം മാറാൻ നിൽക്കാൻ ഈ വർഷം മാറുന്നു ഗൈഡുമാരൊക്കെ പറഞ്ഞു മാറിയെന്ന് അല്ലാഹു ആലം. ഏതായാലും മനോഹരമായൊരു കെട്ടിടം റെഡിയായി നിൽക്കാൻ ഇവകളൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മാറ്റി പാർപ്പിക്കാൻ അള്ളാഹു അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സൂക്ഷിച്ചു വെച്ചു. മൂസാ നബി അള്ളാഹു സംരക്ഷിച്ചില്ലേ? നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം لا تدبر لك أمرا فأولى التدبير هلكا سلم الأمر تجدنا نحن أولى بك منك. അതുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരികയും നമ്മുടെ കുബുദ്ധിയും കുതന്ത്രങ്ങളും മാറ്റിവെക്കുകയും നേർമയായ തെളിമയായ ചിന്തയോടെ അല്ലാഹുവിനെ സമീപിക്കുകയും ചെയ്താൽ നിനക്ക് സംരക്ഷകനായി ഞാനുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം റംല യുദ്ധം നടക്കുമ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യോദ്ധാക്കളായ ആളുകൾ നിരപരാധികളായ മുസ്ലിമീങ്ങളെ അറുകുല ചെയ്തപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി എന്ത് ചെയ്തു? ബന്ദികളായ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും നല്ല സുഖകരമായ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വിട്ടയച്ച ആളാണ് സലാഹുദ്ദീൻ അയ്യൂബി. നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അദ്ദേഹം സലാഹുദ്ദീൻ അയ്യൂബിയുടെ സലഡിൻ എന്നാ പറയാ. സലഡിൻ അതാണ് സലാഹുദ്ദീൻ. ഇംഗ്ലീഷുകാർ സലാഹുദ്ദീൻ എന്ന് പറയാൻ കിട്ടേണ്ട സലഡിൻ എന്ന് പറഞ്ഞതാ. അതാണ് സലഡിൻ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബി ചെയ്ത നന്മകൾ എന്തൊക്കെയാണ്? നിഷ്പക്ഷമായി വായിച്ചു നോക്കൂ. തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം മനോഹരമാണ്. അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു അടിമയുണ്ടായിരുന്നു, സറാസങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സറാസങ്കർ അദ്ദേഹം ഒരു അടിമയായിരുന്നു. അന്ന് അല്ലെങ്കിൽ ഹിത്വീൻ എന്ന് പറയുന്ന ക്രൂസൈഡുമായി ബന്ധപ്പെട്ട പോരാട്ടം ഫലസ്തീനിൽ നടക്കുമ്പോ സറാസങ്കറിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഈ യോദ്ധാവിന്റെ പിന്നാലെ കൂടി നടന്നൊരു സംഭവമുണ്ട്. ബഹാഉദ്ദീൻ ഇബ്നു ഷദ്ദാദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് സീറത്തു സലാഹുദ്ദീൻ അയ്യൂബി. ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. സറാസങ്കറിന്റെ പിന്നാലെ ആളുകൾ ഓടുന്നു. സറാസങ്കറിനെ പിടിച്ചു. മഹാനവറുകൾ ശത്രുപക്ഷത്തിന് ഒരുപാട് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതിനു പകരം സറാസങ്കറിനെ ജീവനോടെ കഴുത്തെറുത്തു കൊല്ലാൻ തീരുമാനിച്ച് മഹാനായ സറാസങ്കർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുടിക്ക് പിടിച്ച് ദാ വെട്ടിക്കോളൂ കഴുത്ത് എന്ന് പറഞ്ഞ് അടുത്ത യോദ്ധാവിന് മഹാന്റെ മുടി പിടിച്ച് കഴുത്ത് കാണിച്ചു കൊടുത്തപ്പോ വെട്ടിയവൻ ഈ കൈ പിടിച്ചവന്റെ കൈയാണ് വെട്ടിയത്. അതിൽ പേടിച്ചുപോയി. വെട്ടിയതും